റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാൻ പത്തനംതിട്ട SP ഇടപെട്ടെന്ന പരാതിയിൽ വിശദീകരണം. കൊലപാതക കേസ് അന്വേഷണത്തിൽ നടപടി ഭയന്നാണ് ആലപ്പുഴ DYSP ജില്ലാ പോലീസ് മേധാവിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്ന് SP ഓഫീസ് വ്യക്തമാക്കി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഹൈക്കോടതി ശുപാർശ ചെയ്തത് തങ്ങളുടെ താൽപര്യപ്രകാരമാണെന്നും പറയുന്നു. റൌഡി ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ട അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി BG വിനോദ് കുമാർ ശുപാർശ ചെയ്തു എന്നായിരുന്നു ആലപ്പുഴ DYSP മധുബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. നവംബർ 5 പത്തനംതിട്ട കരിക്കിനേത്ത് വസ്ത്രശാലയിൽ കാഷ്യർ ബിജു M. ജോസഫ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ബിജുവിന്റെ സഹോദരന്മാരുടെ താൽപര്യപ്രകാരം ഹൈക്കോടതിയാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് V. കുറുപ്പിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ശുപാർശ ചെയ്തതെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് വ്യക്തമാക്കി. കൊലപാതക കേസ് അന്വേഷിച്ചതിൽ അന്ന് പത്തനംതിട്ട സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിന് വീഴ്ച സംഭവിച്ചതായും കേസിൽ തെളിവുകൾ നശിപ്പിച്ചവരെ ആവശ്യമെങ്കിൽ കേസിൽ പ്രതികളാക്കാവുന്നതാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നതായും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു. ഇതുപ്രകാരം നടപടി നേരിടേണ്ടി വരുമോ എന്ന ഭയത്താലാണ് ആലപ്പുഴ DYSP മധുബാബു ജില്ലാ പോലീസ് മേധാവി BG വിനോദ് കുമാറിനെതിരെ പരാതി നൽകിയതെന്നും SP ഓഫീസ് വിശദീകരിക്കുന്നു. 2015 കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ തുടങ്ങാത്തത് പ്രതികളുടെ സ്വാധീനം കാരണമാണെന്നും കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ശുപാർശ ചെയ്യണമെന്നും കൊല്ലപ്പെട്ട ബിജുവിന്റെ സഹോദരന്മാരായ ബാബു M. ജോസഫ്, സാബു M. ജോസഫ് എന്നിവർ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നു. തങ്ങളുടെ താൽപര്യപ്രകാരമാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് V. കുറുപ്പിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കാൻ ഹൈക്കോടതി ശുപാർശ ചെയ്തതെന്ന് ബാബു M. ജോസഫും സാബു M. ജോസഫും വ്യക്തമാക്കി. 3 പേരുടെ പേര് നമ്മൾ ആദ്യം നിർദ്ദേശിച്ചു. അപ്പോൾ ഒന്നാമത്തെ അഡ്വക്കേറ്റ് ജോർജ് ഗോസി എന്ന് പറയുന്നത് ഈ ഇടവകയിൽപ്പെട്ട, അതായത് പ്രതിയുടെ ഇടവകയിൽപ്പെട്ട ആളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. കാരണം ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി തരണമെന്നും രണ്ടാമത്തെ ആളായിരിക്കുന്ന പ്രശാന്ത് V. കുറുപ്പിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണമെന്ന് ഞങ്ങളെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിന് കൊടുത്തു. പക്ഷേ അത് നീണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ പ്രശാന്ത് V. കുറുപ്പിനെ ഈ കേസ് വാദിക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുകയും ചെയ്തു. അവിടെ പിന്നെ അത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് അത് നമുക്ക് ഉത്തരവുണ്ടാകുന്നത്. അതാണ് ഇപ്പം നിയമം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നിരുന്നു. അദ്ദേഹം തെളിവ് നശിപ്പിച്ചു. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് ഞങ്ങൾക്ക് താല്പര്യക്കുറവായിരുന്നു. കാരണം ഈ കേസ് നിലയിൽ പോകുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിഷയത്തിൽ ആലപ്പുഴ DYSPയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരന്മാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ DYSP തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ഈ സഹോദരന്മാർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.